എല്ലാവർക്കും അല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രൊമാൻസ്, ദാവീദ്, തങ്കമണി, ഹണ്ട് സിനിമകളിൽ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മാർച്ച് 28-നാണ് സിനിമയുടെ OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. വിനയ് ഫോർട്ട്, അനുമോഹൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ബിഗ് ബൻ സിനിമ സൺനെസ്റ്റിൽ ഏപ്രിൽ മാസം ആദ്യ വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് അയ്യർ ഇൻ അറേബ്യയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം പകുതിയോടുകൂടി അയ്യർ ഇൻ അറേബ്യ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പറന്ന് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമ നേടിയത്. സിദ്ധാർത്ഥ ഭരതാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇന്ന് ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മച്ചാന്റെ മാലാഖ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നമിത പ്രമോദ്, സബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിംപ്ലി സൗത്താണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 10-നാണ് മച്ചാന്റെ മാലാഖയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് എമ്പുരാൻ. അതും 5 ദിവസം കൊണ്ട്. സിനിമ 400 കോടിക്കടുത്ത് എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം ആയിരിക്കും എമ്പുരാൻ സിനിമയുടെ OTT വാങ്ങിക്കാൻ പോകുന്നത്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിനുള്ളിൽ എമ്പുരാൻ സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. OTTയിൽ വരുമ്പോൾ അൺകട്ട് വെർഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയെങ്കിലും സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. വേല ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഷൈനികം പോലീസായിട്ടാണ് സിനിമയിൽ വരുന്നത്. സണ്ണി വെയിനും സിനിമയിലുണ്ട്. വേല സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. വിഷു സ്പെഷ്യലായിട്ട് ആമസോൺ പ്രൈമിൽ വേല സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. സിനിമ ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. നാളെയാണ് സിനിമയുടെ റിലീസ്. നെറ്റ്ഫ്ലിക്സിലാണ് ടെസ്റ്റ് സിനിമയുടെ OTT വരുന്നത്. നയൻതാര, സിദ്ധാർത്ഥ്, മാധവ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4-നാണ് ടെസ്റ്റ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അതായത് നാളെ രാത്രി 12 മണിക്ക് ടെസ്റ്റ് സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ആക്ഷൻ മൂവി കാണാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന സിനിമയാണ് ദാവീദ്. ആന്റണി വർഗീസ് ആണ് സിനിമയിലെ നായകൻ. ഒരു ബോക്സറായിട്ടാണ് ദാവീദിൽ ആന്റണി വരുന്നത്. ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ട് ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ബ്രൊമാൻസ് ഒരു കോമഡി മൂവിയാണ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ, കലാപൻ ഷാജോണാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ബ്രൊമാൻസ് ഉടനീളം കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ബ്രൊമാൻസ് നേടിയെടുത്തത്. ആമസോൺ പ്രൈമാണ് ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ബ്രൊമാൻസ് സർപ്രൈസ് ആയിട്ടായിരിക്കും ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. ഒരു പക്ഷേ ഏപ്രിൽ മാസം 10-നായിരിക്കും ബ്രൊമാൻസിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തങ്കമണി റിലീസായിട്ട് കുറെ നാളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും നല്ലൊരു കഥയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. നീതാ പിള്ളൈ, ദിലീപാണ് കഥയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറയുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ഹണ്ട്. നല്ല അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. OTTയിൽ ഇതുവരെ ഹണ്ട് വന്നിട്ടില്ല. കഴിഞ്ഞ വീക്കിൽ മനോരമ മാക്സിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവർ OTT റിലീസ് ചെയ്തിട്ടില്ല. വിഷുവിനെ സ്പെഷ്യലായിട്ട് മനോരമ മാക്സിൽ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്.
അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.